ക്രിസ്തുവേശുവിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായി 2 തീമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം വായിക്കുന്നു. നീ പഠിച്ചിട്ടുള്ളതും നിനക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതുമായ കാര്യങ്ങൾ ആരിൽ നിന്ന് പഠിച്ചുവെന്ന് മനസ്സിലാക്കി അവയിൽ നിലനിൽക്കുക. പ്രിയമുള്ളവരെ, വൃദ്ധരായ അനേക മാതാപിതാക്കന്മാർ ദൈവമില്ലാതെ ജീവിക്കുന്ന തങ്ങളുടെ സന്താനങ്ങൾക്കു വേണ്ടി വാർദ്ധക്യത്തിന്റെ വൈകല്യങ്ങൾ പോലും വകവയ്ക്കാതെ നോമ്പ് നോക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ഈ പശ്ചാത്തലത്തിൽ അപ്പോസ്തലനായ പൗലോസ് തന്റെ ആത്മീക മകനും യൗവനക്കാരനുമായ തിമത്തിയോസിന് നൽകുന്ന ഉപദേശം ശ്രദ്ധേയമാണ്. യൗവനത്തിൽ പൊടുന്നനവെ അപ്പോസ്തലനെ കണ്ടപ്പോൾ അങ്കുരിച്ച വിശ്വാസമല്ലായിരുന്നു തിമത്തിയോസിന്റേത്. ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിന്റെ വഴിയിൽ ജീവിച്ചിരുന്ന അവന്റെ അമ്മ യുനീക്ക അവനെ ബാല്യം മുതൽ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുകയും ദൈവഭയത്തിൽ വളർത്തുകയും ചെയ്തതുകൊണ്ടാണ് അവൻ അപ്പോസ്തലനാൽ ആകർഷിക്കപ്പെടുവാനും അവന്റെ ആത്മീയ മകനായി വളരുവാനും ഇടയായത്. രാപ്പകലില്ലാതെ മക്കളുടെ പഠനകാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ വയ്ക്കുന്ന ഇന്നത്തെ മാതാപിതാക്കളുടെ ലക്ഷ്യം തങ്ങളുടെ മക്കൾ എൻട്രൻസ് പരീക്ഷകൾ ജയിച്ച് ഉന്നത വിദ്യാഭ്യാസ യോഗ്യതകൾ നേടണമെന്നുള്ളതാണ്. ബാല്യം മുതൽ ദൈവീക ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാനോ തിരുവചനം പഠിക്കുവാനോ പ്രാർത്ഥനയിലൂടെ ദൈവത്തെ രുചിച്ചറിയുവാനോ പരിശീലനം ലഭിക്കാതെ സദാസമയവും ട്യൂഷനുകൾ, കായിക പരിശീലനങ്ങൾ തുടങ്ങി ഭൗതികമായ ഉന്നമനത്തിനു വേണ്ടി വളർത്തപ്പെടുന്ന മക്കൾ യൗവനത്തിലെത്തുമ്പോൾ ദൈവമില്ലാത്തവരായിത്തീരുന്നു. കാരണം തങ്ങളുടെ ബാല്യത്തിൽ മാതാപിതാക്കൾ തങ്ങളെ ദൈവിക കാര്യങ്ങൾ അഭ്യസിപ്പിക്കുകയോ അവർ ദൈവത്തെ ആശ്രയിക്കുകയോ ചെയ്യുന്നത് മക്കൾ കണ്ടിട്ടില്ല എന്നത് തന്നെ. സഹോദര സഹോദരി, നിന്റെ മക്കളെ ദൈവഭയത്തിലും ദൈവാശ്രയത്തിലും വളർത്തുവാൻ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവമില്ലാതെയുള്ള അവരുടെ ഒരു നേട്ടവും നിലനിൽക്കുകയില്ലെന്ന് നീ ഇനിയുമെങ്കിലും മനസ്സിലാക്കുമോ? ബാലൻ നടക്കേണ്ട വഴിയിൽ അവനെ അഭ്യസിപ്പിച്ചാൽ തിമത്തിയോസിനെ പോലെ ഏതു പ്രായത്തിലും അവനത് മറക്കുകയില്ലെന്ന് മാത്രമല്ല, അത്യുന്നതനായ ദൈവം അവനെ തിരഞ്ഞെടുക്കുന്നതിന് നീ മുഖാന്തരമൊരുക്കുകയാണെന്നുകൂടെ ഓർക്കുമോ? യഹോവാ ദൈവം, എന്റെ ദൈവം, സർവശക്തനായ ദൈവം, സർവസൃഷ്ടിതാവായ ദൈവം. യഹോവാ ദൈവം, എന്റെ ദൈവം, സർവശക്തനായ ദൈവം, സർവസൃഷ്ടിതാവായ ദൈവം. എന്റെ രാജാവായ ദൈവം, അത്യുന്നതനായ ദൈവം, എന്റെ ദൈവം, സർവവ്യാപിയായ ദൈവം, എന്റെ ദൈവം, സർവവ്യാപി